കന്യാകുമാരിയിൽ നിന്നും ജമ്മു താവി വരെ പോകുന്ന കന്യാകുമാരി ജമ്മു താവി ഹിമസാഗർ എക്സ്പ്രസ് 4ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു യാത്രാവിശേഷമാണ്. റെയിൽവേയുടെ അനൗൺസ്മെൻറ്റ് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞങ്ങൾ ട്രെയിനിലാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ പോകുന്ന സ്ഥലം അധികം സസ്പെൻസ് ഒന്നും ഇല്ലാതെ തന്നെ പറയാം, കാശ്മീരിലേക്കാണ് പോകുന്നത്. അപ്പോൾ കാശ്മീരിലേക്ക് ഞങ്ങൾ പോകുന്നത് കട്ര എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് വൈഷ്ണവദേവിയിൽ പോയി അന്ന് അവിടെ സ്റ്റേ ചെയ്ത് പിറ്റേന്നാണ് ഞങ്ങൾ കാശ്മീരിലേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഹിമസാഗർ എക്സ്പ്രസ്സിലാണ് ടിക്കറ്റ് എടുത്തത്. ഒരു എക്സ്പീരിയൻസും കൂടി ആവുമല്ലോ എന്ന് വിചാരിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ടിക്കറ്റ് എടുത്തത്. പക്ഷേ ഈ ട്രെയിനിലെ യാത്ര വളരെ ബുദ്ധിമുട്ടുള്ള യാത്രയായിരുന്നു. ഞങ്ങൾ AC കമ്പാർട്ട്മെൻറ്റിലാണ് ബുക്ക് ചെയ്തിരുന്നെങ്കിൽ പോലും ടോയ്ലറ്റൊക്കെ ഭയങ്കര മോശമായിരുന്നു. ഫുഡ് പിന്നെ റെയിൽവേയുടെ ഫുഡ് പറയണ്ടല്ലോ, ഞങ്ങൾ അതിനകത്തുനിന്ന് ഫുഡൊന്നും വാങ്ങിയിട്ടില്ല, സ്വിഗ്ഗി വഴിയൊക്കെ ഓർഡർ ചെയ്താണ് കഴിച്ചത്. പിന്നെ ഞങ്ങൾ മാത്രമല്ല കേട്ടോ, ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ, അതുകൊണ്ട് തന്നെ റീലെടുപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട്. രസകരമായിരുന്നു യാത്ര. പിന്നെ ഡൽഹി എത്തിയപ്പോൾ ഞങ്ങളിങ്ങനെ അവിടെ ഇറങ്ങി ഫോട്ടോയൊക്കെ എടുത്തു. അങ്ങനെ ഓരോ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മൾ ജസ്റ്റ് ട്രെയിനിലാണെങ്കിലും കാണുമ്പോൾ തോന്നുന്നൊരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. അങ്ങനെ യാത്ര ചെയ്ത് അവസാനം ഞങ്ങൾ ജമ്മു അടുക്കാറായപ്പോൾ കാണുന്നൊരു സന്തോഷമാണ് ആ കാണുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു കട്ര റെയിൽവേ സ്റ്റേഷന് മുൻപുള്ള ഒരു സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് കുറേ ആൾക്കാർ, ചെറുപ്പക്കാരാണ്, അവരിങ്ങനെ കയറിയിട്ട് അവിടെ വൈഷ്ണവദേവിയുടെ പാട്ടൊക്കെ, എനിക്ക് തോന്നുന്നു ഭക്തിഗാനം അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു, അതൊക്കെ പാടി ഇങ്ങനെ പൈസ പിരിക്കുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, 1-2 ഗ്രൂപ്പുകൾ ഇങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നു. കയറി പൈസയൊക്കെ പിരിച്ച് കൊണ്ടുപോയി. അപ്പോൾ ഞങ്ങൾക്ക് ആ ഒരു റെയിൽവേ സ്റ്റേഷൻ എത്തിയപ്പോൾ, അതായത് ഞങ്ങൾക്ക് ഇറങ്ങേണ്ട റെയിൽവേ സ്റ്റേഷന് മുൻപത്തെ സ്റ്റേഷൻ എത്തിയപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി തുടങ്ങി, ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ പോലീസുകാർ, ആ പട്ടാളക്കാരൻ ഞങ്ങളെ തിരിച്ച് കയറ്റി വിട്ട്, അപ്പോൾ അദ്ദേഹത്തിനുണ്ടെന്നൊരു ഫോട്ടോയൊക്കെ എടുത്തതാണ് കാണുന്നത്. അങ്ങനെ എന്തായാലും ഞങ്ങൾ ലാസ്റ്റ് ഇത്രയും ദിവസത്തെ ഒരു ദീർഘദൂര യാത്രയ്ക്ക് ശേഷം കട്ര റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനി ഇവിടെ ഇന്ന് സ്റ്റേ ചെയ്തിട്ട് നാളെ ട്രാവലറിലാണ് ഞങ്ങൾ ശ്രീനഗറിലേക്ക് പോകുന്നത്. അങ്ങനെ ബഗ്ഗിയിൽ ഞങ്ങളുടെ സാധനങ്ങളെല്ലാം ഞങ്ങൾ ലോഡ് ചെയ്തിട്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് നടക്കാൻ തുടങ്ങി. അപ്പോൾ ഈ നല്ല തിരക്കായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ. അപ്പോൾ നടക്കുന്നതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ 2 പേരെ കാണാതെ പോയി. അത് ഇച്ചിരി ഒരു ടെൻഷനാക്കി. അതിനുശേഷം അവരെല്ലാം കണ്ട് ഞങ്ങൾ എന്തായാലും കുറച്ച് റിലാക്സ്ഡ് ആയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ.